ആഘോഷം 2025 നവവത്സരത്തെ എതിരേൽക്കാൻ വേണ്ടിയുള്ള ഈ ആഘോഷ രാവിൽ പ്രതീക്ഷയോടെ പുത്തൻ പ്രത്യാശയോടെ ഈ ആഘോഷ രാവിലേക്ക് എല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ ബഹുമാന്യ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാംഗോ സാറിനെ ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജി ശ്രീ ഹരികുമാർ സാർ, സെക്രട്ടറി സറാജുദ്ദീൻ, ഡോക്ടർ ജോമൻ കോശി, സീനിയർ അഭിഭാഷകരെ, സഹോദരി സഹോദരൻ, എല്ലാവർക്കും പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷനിൽ നിന്ന് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഈ നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം വളരെ മത്സരവും ക്ലേശകരവുമായ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ആഘോഷങ്ങൾ എപ്പോഴും ആനന്ദമാക്കാൻ പത്തനംതിട്ട ബാർ അസോസിയേഷൻ ശ്രമിക്കാറുണ്ട്. ഓണമായാലും ക്രിസ്മസ് ആയാലും ആനുവൽ അതോടൊപ്പം തന്നെ നമ്മൾ കോടതിയിലെ കക്ഷികൾക്ക് വേണ്ടി പോരാടാണെങ്കിലും പുറത്ത് കാണിക്കുന്ന സൗഹൃദം എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ പുറത്ത് കാണുമ്പോൾ നമ്മളെല്ലാവരും ചായ പിടിച്ച് തിരിയുന്ന ഒരവസ്ഥയിലാണ് എല്ലാ ദിവസവും. അത് ഞാനിപ്പോൾ പ്രസിഡൻ്റായിട്ട് 7 മാസത്തോളമായി. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അഭിഭാഷകരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ അതിനുവേണ്ടി പോരാടുന്നതിന് എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷൻ നിൽക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളോട് നിഷ്പക്ഷമായി പെരുമാറുന്ന ന്യായാധിപരോട് നമ്മളത് കാണിച്ച ചരിത്രമാണ്. എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഏകദേശം ഒരു 10-15 വർഷം മുമ്പ് പത്തനംതിട്ടയിലെ ഒരു ന്യായാധിപന് IPS കേഡറുള്ള ഒരു ഉദ്യോഗസ്ഥൻ നടു റോഡിൽ വെച്ച് അപമാനിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ സീനിയർ അഭിഭാഷകർക്ക് ഓർമ്മ ഉണ്ടായിട്ടുണ്ട്. അന്ന് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ പ്രിയ സുഹൃത്ത് AM വിജയൻ ഇപ്പോൾ ജീവിച്ചിരിക്കില്ല. സ്പോട്ടിൽ തന്നെ അദ്ദേഹത്തോട് കയറുകയും പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിലെത്തിക്കുകയും പിറ്റേ ദിവസം അഭിഭാഷകന് തെളിവിറങ്ങി ആ ന്യായാധിപനും ആ IPS ഓഫീസർക്കെതിരെ സമരം ചെയ്ത ഒരു പാരമ്പര്യമുണ്ട്. അത് നമ്മളിൽ മാത്രമല്ല, നമ്മളോട് സഹകരിക്കുന്ന എല്ലാ ജുഡീഷ്യൽ ഓഫീസർമാരോടും നമ്മളത് കാണിച്ച പാരമ്പര്യമുണ്ട്. അത് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അത് നമുക്ക് അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ട AM വിജി എൻ്റെ സഹപ്രവർത്തകനായിരുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. നന്ദി, നമസ്കാരം. ക്രിസ്മസ് ന്യൂ ഇയർ മെസ്സേജ് നൽകുന്നതിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഹരികുമാർ സാറിൻ്റെ ഹരികുമാർ സാർ senior advocates, ഒരു ക്രിസ്മസ് ആശംസ പ്രസംഗം ആ ഒരു ആശംസ നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ യോഗ്യത ഇരിക്കില്ല. അതിനൊക്കെ എന്തുകൊണ്ട് യോഗ്യരായിട്ടുള്ള ആൾക്കാർക്ക് മുന്നിൽ സീനിയർ അഭിഭാഷകരും വേദിയിരിക്കുന്ന അദ്ദേഹത്തോടുള്ള സഹകരണമാണ്. എങ്കിലും ഡിസ്ട്രിക്ട് ജുഡീഷ്യറിയുടെ നേടുന്നുള്ള നിലയിൽ എന്നോട് എന്തെങ്കിലും ഒരു ആവശ്യമായി പറഞ്ഞപ്പോൾ ഞാൻ നിരസിക്കില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ചാർജിൽ ചെന്നതാണ്ട് 1 വർഷം ആകാൻ പോയി. അതിന് മുമ്പ് ഒരു 3 വർഷത്തോളം എനിക്ക് ഡിസ്ട്രിക്ട് പരിചയമുണ്ട്, അഡീഷണൽ ഡിസ്ട്രിക്ട് പോകുന്നത്. പൊതുവെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ജുഡീഷ്യറി ഞങ്ങളുടെ ജുഡീഷ്യൽ ഓഫീസേഴ്സിനെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെൻറ്റർ, നല്ലൊരു അക്കോമഡേഷനാണ് ഇവിടുത്തെ ബാറിൽ ഞങ്ങൾ. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ പ്രാർത്ഥന മാത്രം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു അവസരത്തിന് പറയേണ്ട കാര്യം, എല്ലാ കാര്യത്തിലും നമ്മുടെ ഒരു ധാർമ്മികമായ ബാറിന് നൽകി കിട്ടുന്നു. പത്തനംതിട്ട ജുഡീഷ്യറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരാൻ പോകുന്ന ഒരു വർഷം 2024 പൊതുവെ നമ്മുടെ ജുഡീഷ്യറിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടായ സമയമാണ്. ഈ പറയുന്ന ഒരുപാട് ട്രാൻസ്ഫർമേഷൻ്റെ ഒരു ഇതിലാണ്. ഇപ്പോൾ തന്നെ വീണ്ടും സോഫ്റ്റ്വെയർ മാറാൻ പോകുന്ന ഭാഷകൾക്കുള്ള ട്രെയിനിങ്
നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. അതിനെ മാറ്റേണ്ട ഒരു കാലത്തേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റേണ്ടതനുസരിച്ച് നമ്മൾ അതിലോട്ട് അഡാപ്റ്റ് ആവുക എന്നുള്ള ഒരു യത്നത്തിലാണ് അഭിഭാഷകരും എല്ലാ നമ്മുടെ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള നമ്മുടെ ജുഡീഷ്യറിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം മാറുന്ന പ്രവർത്തനമെല്ലാം വളരെയധികം കോപ്പറേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും ഞാൻ നിങ്ങളുടെ എല്ലാവരും കോപ്പറേഷൻ ഇനി വരുന്ന ഇതിനുള്ള മാറ്റങ്ങളിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ സൂചനകളുടെ സൂചനകളാണ് വരാൻ പോകുന്നത്. കാരണം നമ്മുടെ കോർട്ട് കോംപ്ലക്സിലുള്ള സ്ഥലത്തിൻ്റെ അവാർഡ് എൻക്വയറി കളക്ടറേറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ അത് നടത്തിവിടാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഞാനുള്ള മുൻ പ്രസിഡന്റ് ശ്രീ സാന്ത്വനുള്ള അദ്ദേഹം ആസ്ഥാനത്തിന് വേണ്ടി എനിക്കൊപ്പം നിന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇപ്പോഴത്തെ കമ്മിറ്റി അതുപോലെ തന്നെ വലിയ എഫർട്ട് എടുത്തു. എല്ലാ വർഷങ്ങളും മാറി നോക്കിയപ്പോൾ അക്വിസിഷൻ പ്രോസസ്സിൽ കിടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെ തുടങ്ങാൻ പറ്റിയ നിർമ്മാണം ആരംഭിക്കാൻ പറ്റും എന്നുള്ള പ്രത്യാശ നിങ്ങൾക്കുള്ള എനിക്കുണ്ട്. നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങൾ ഈ സായാഹ്നത്തിൽ വളരെ സന്തോഷമുഖമായ ഒരു സന്ധ്യയിൽ ഇവിടെ ഒത്തുകൂടി എന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഒരുപക്ഷെ വെക്കേഷൻ സ്റ്റാർട്ടിങ് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിന് ഓഫീസേഴ്സിന് പലർക്കും അസൗകര്യം ഉണ്ടായി. പലരും ദൂരസ്ഥലങ്ങളിൽ പോയത് നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തുണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പരിഗണിച്ച് പറഞ്ഞ് ഞാൻ പോകേണ്ട ഭാഗം പറഞ്ഞേക്കണം. അങ്ങനെ അവർക്ക് വേണ്ടി ഇവിടെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അവരുടെ അസൗകര്യം കൊണ്ട് മാത്രമാണ് അപ്പം പോയത്. ക്രിസ്മസിൻ്റെ സന്ദേശവും മഹത്വവും നമ്മൾ എല്ലാ വർഷവും നിരന്തരം കേൾക്കുന്ന കാര്യമാണ്. അതിൻ്റെ സ്നേഹ സന്ദേശമായാലും ഓരോ വർഷവും നമ്മൾ കടന്നു പോകുന്ന ഈ ദുർഘടമായ ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഓരോ വർഷത്തെയും ക്രിസ്മസ് നമുക്കൊരു ആശ്വാസമാണ്. കാരണം സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആ സന്ദേശം പലരും പറഞ്ഞു കേൾക്കുന്നതും കരോളിലൂടെ പാടി കേൾക്കുന്നതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ തീർച്ചയായും ഒരു പരിധിവരെയെങ്കിലും സംഘർഷകരമായ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അതിലേക്ക് ഇറങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ജില്ലയിലെ ജുഡീഷ്യൽ ഓഫീസേഴ്സിന് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പത്തനംതിട്ട ബാറിലെ എല്ലാ അഭിഭാഷകർക്കും കുടുംബാംഗങ്ങൾക്കും അഡ്വക്കേറ്റുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. കൂടാതെ ഒരു പുതുവത്സരവും നല്ലൊരു പുതുവത്സരവും വളരെ ചെയ്യാൻ ഒരുപാട് ജുഡീഷ്യറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നടത്തപ്പെടുകയും ചെയ്യേണ്ട ഒരു പുതുവർഷം വരട്ടെയെന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഈ ക്ഷണിച്ചത് ഇതിൻ്റെ സംഘാടകർക്കും ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർമ്മുന്നു. ക്രിസ്മസ് ആഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് ക്രിസ്മസ് കേക്ക്. നമ്മുടെ ഈ ആഘോഷത്തിൽ ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദരണീയനായ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് ഹരികുമാർ സാറിനെ ക്ഷണിച്ചിരുന്നു.
ഞാൻ പാടണോ എന്നാ പറയുന്നത്? പാടണോ? നീ എന്താണ് ചെയ്യും? നിനക്ക് എന്താണ് ചെയ്യാമല്ലോ? ഞാൻ പാടി കണ്ണിത്തോട്ടിലെ പാട്ട് പാടില്ല. അഭിഭാഷകർ കൾച്ചറൽ പ്രോഗ്രാമുള്ള സമയമാണ്. കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് ഉള്ള അവസരമുണ്ട്. ഒരു ക്രിസ്മസ് ഗാനം ആലപിക്കുന്നതായിരിക്കും. അവിടെ നോബി പറയുന്നതാണ് നല്ലൊരു പാട്ട് പാടാൻ എനിക്ക് പൊക്കോളാം. പാടാ ബാക്കി കൂടെ പാട്. ദ്രോഹങ്ങൾ സഹിച്ചു തളർന്നിടുമ്പോൾ കോപത്താൽ എന്നുള്ളം തിളച്ചിടുമ്പോൾ. കൊള്ളാം, അടിപൊളി. ഇല്ല 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 പാട പാട ഉഗ്രൻ. അല്ല എന്നെ സഹിച്ചേരുന്നവനെ പ്രിൻസിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. പ്രിൻസിന്റെ ആറ്റിറ്റ്യൂഡിന് എല്ലാവർക്കും പാട്ട് പാടാനുള്ള ഒരു പ്രചോദനമാവട്ടെ എന്ന് വിചാരിക്കുന്നു. അടുത്തതായി അഡ്വക്കേറ്റ് MS മധു നമുക്ക് വേണ്ടി ഒരു കവിത ആലപിക്കുന്നു.
ഇതൊരു കവിതയല്ല, ഒരു പാട്ടാണ്. ഇതെൻ്റെ നാടിനെ പറ്റി, എൻ്റെ ഗ്രാമത്തെ പറ്റി എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതിയ ഒരു പാട്ട്. തിന്തക തിന്തക തെയ്യം താരാതക, തിന്തക തിന്തക തെയ്യം താരാ, തിന്തക തിന്തക തെയ്യം താരാതക, തിന്തക തിന്തക തെയ്യം താരാ. ജില്ലയായ പത്തനംതിട്ടക്കരികിലായി വിലസുന്ന ജീവസുദ്ധയന്റെ നാട് പള്ളിക്കോടാണ്. ജില്ലയായ പത്തനംതിട്ടക്കരികിലായി വിലസുന്ന ജീവസുദ്ധയന്റെ നാട് പള്ളിക്കോടാണ്. വളഞ്ഞു പൊളഞ്ഞൊഴുകും അച്ഛൻ കോവിലാറിൻ തീരം, കളകളം പാടിയാടും അരുവികളും, കളകളം പാടിയാടും അരുവികളും. തിന്തക തിന്തക തെയ്യം താരാതക, തിന്തക തിന്തക തെയ്യം താരാ. പച്ചയായി കിടക്കുന്ന പാടങ്ങളും തോടുകളും, മലകളും കുന്നുകളും മാമരങ്ങളും. പച്ചയായി കിടക്കുന്ന പാടങ്ങളും തോടുകളും, മലകളും കുന്നുകളും മാമരങ്ങളും. കഥകൾ ജനിക്കും നാട്, കവികൾ പിറക്കും നാട്, കഥകൾ ജനിക്കും നാട്, കവികൾ പിറക്കും നാട്. കലകളേറെയുള്ള മാമലനാട്, തെയ്യം താരാതക, തിന്തക തിന്തക തെയ്യം താരാ. പടയണിപ്പാട്ടും പാടി ഭൈരവിക്കോലം തുള്ളി പഴങ്കഥ ചൊല്ലിയാടി രസിക്കും നാട്. പടയണിപ്പാട്ടും പാടി രണ്ട് വാക്ക് പറഞ്ഞേ, ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് രണ്ട് വാക്ക്. നടകതലേറെയുള്ള നാട്ടിൽ വസിക്കുന്ന എളിയൊരു വക്കീലായി ഇവിടെ വന്നു. തിന്തക തിന്തക തെയ്യം താരാതക, തിന്തക തിന്തക തെയ്യം താരാ. താങ്ക് യു അഡ്വക്കേറ്റ് എം.എസ്. മധു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കവിതയ്ക്ക് ഒരു സ്പെഷ്യൽ റൗണ്ട് ഓഫ് അപ്ലോസ്. നമുക്ക് വേണ്ടി വീണ്ടും ഒരു ഗാനം ഇത് തമ്മിൽ ആ മാച്ചിങ്, ആ മുട്ടി, ഇത് തമ്മിൽ ഇങ്ങനെ മുട്ടി വരുമ്പോൾ എന്താ ഓടിച്ചേ. ആജാനി ബാഹുക്കൾ.
എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ബ്ലസൻ സാമു. ഞങ്ങൾ കഥകൾ രചിച്ചിട്ടുള്ളവരാണ്. ഇവിടുത്തെ ആൾക്കാരാണ്. കോടതിയുടെ ആൾക്കാരാണ്. വരും. ഇല്ലയോ അത് പറ. പറഞ്ഞുതരാം. ഡി ജെ മഹേഷ് റാം, അതൊക്കെ മഹേഷ് റാം ഡി ജെ ഡാൻസ് ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രത്യേക ഒരു ഇതുണ്ട്, പ്രത്യേക സ്റ്റെപ്പ്. അതിന് കൂതറ സ്റ്റെപ്പ്. അങ്ങനെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഇവന് അത് മാത്രമല്ല, വർഗീസ് കളിക്കൽ. പിന്നെ കണ്ണാടി വയ്ക്കും. ഞങ്ങൾ ഇഷ്ടംപോലെ ടൂർ പോയിട്ടുണ്ട്. അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട്